ഹായ് ഗൈസ്, അമിതമായി ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് അമിത ചിന്ത അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, രാത്രിയിൽ കിടക്കാൻ പോകുന്ന സമയത്ത് ഓരോരോ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? എന്റെ ഭാവി എങ്ങനെയാകും? എന്റെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് ചിന്തിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ ഒരേ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ച് യാതൊരു പരിഹാരവും കണ്ടെത്താതെ നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നതാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കേണ്ട സന്തോഷവും സമാധാനവും എല്ലാമാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ഓവർ തിങ്കിങ് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ആദ്യമായി തന്നെ നമുക്കൊരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ ആ ചിന്തകളെ കുറിച്ചൊന്ന് അവെയർ ആവുക, അതിനൊന്ന് നോട്ടീസ് ചെയ്യുക. ഇതെന്റെ തോട്ട്സ് ആണോ അതോ ഫാക്റ്റ് ആണോ എന്ന് തിരിച്ചറിയുക. ഉദാഹരണത്തിന്, അവൾ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, അവൾക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. ഇതിൽ അവൾ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല എന്നുള്ളത് ഫാക്റ്റ് ആണ്. പക്ഷെ അവൾക്ക് എന്നോട് ദേഷ്യമുണ്ട് എന്നുള്ളത് ചിലപ്പോൾ സത്യമായ കാര്യമായിരിക്കണമെന്നില്ല. അത് നമ്മുടെ ഒരു ചിന്തകളായിരിക്കാം. കാരണം ചിലപ്പോൾ നമ്മളെ ശ്രദ്ധിച്ചു കാണില്ലായിരിക്കാം, അത് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അങ്ങ് പോയതായിരിക്കാം. പക്ഷെ നമ്മൾ ഇവിടെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നെ ഫോൺ വിളിച്ചില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടി വെറുതെ നമ്മുടെ സമാധാനം കളയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ചിന്തകളെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇത് തോട്ട്സ് ആണോ അതോ ഫാക്റ്റ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന, ഈ ചിന്തകൾ വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഇതെന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണോ അതോ എന്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യമാണോ എന്ന് തിരിച്ചറിയുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളല്ലേ. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്? ആ ചിന്തകളെ ഒന്ന് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എന്റെ ഫ്യൂച്ചറിന് വേണ്ടി നല്ല രീതിയിൽ എനിക്ക് എന്ത് സ്റ്റെപ്പ് എടുത്താൽ എനിക്ക് സക്സസ് ആകാൻ സാധിക്കും, ഈ രീതിയിൽ ചിന്തിക്കുക. ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റുക. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കുക. എനിക്ക് നല്ലത് സംഭവിക്കുകയുള്ളൂ, ഞാൻ സുരക്ഷിതനാണ്, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതയാണ്, ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ഏറ്റവും ഭംഗിയായി തന്നെ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. അങ്ങനെ സെൽഫ് ടോക്ക് എപ്പോഴും പോസിറ്റീവ് ആക്കുക. ഇതിലൂടെ തന്നെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ അമിതമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ മോശമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആഴത്തിൽ ശ്വാസം എടുക്കുക. എന്നിട്ട് ആ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ആ ശ്വാസം പുറത്തേക്ക് പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും വിഷമങ്ങളും എല്ലാം പതുക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ഇതൊരു 6 to 7 ടൈംസ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മുടെ മൈൻഡ് ശരിക്കും റിലാക്സ് ആകുന്നത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് വീണ്ടും ആ ചിന്തകളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. ഇതെന്തിനാണ് ഞാനിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്, ഇതിനിങ്ങനെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഇതെന്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തതാണെങ്കിൽ എന്നത് വിട്ടുകളഞ്ഞേക്കാം. അതുപോലെ തന്നെ ഈ ശ്വാസത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. മോശമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ വഴിതിരിച്ചു. ഇങ്ങനെയെല്ലാം നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിനെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവർ തിങ്കിങ് ഒരിക്കലും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അല്ല, അത് നമ്മുടെ ഒരു ശീലമാണ്. നമ്മുടെ ഏതൊരു ശീലവും നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും. പക്ഷെ അതിന് നമ്മളൊന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം തന്നെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം വിട്ടുകളയുക. ചിന്തകളെ എപ്പോഴും പോസിറ്റീവാക്കി, സെൽഫ് ടോക്ക് പോസിറ്റീവാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധിക്കും. നമ്മൾ ഹാപ്പി ആകുമ്പോൾ തന്നെ, നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുമ്പോൾ തന്നെ പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളായിട്ട് മാറും. നമ്മുടെ ചിന്തകൾ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ചിന്തകളെ പോസിറ്റീവ് ആക്കുക, സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കുക. കൂടുതലായിട്ട് ചിന്തകൾ വരുമ്പോൾ നമ്മുടെ ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇങ്ങനെയെല്ലാം നമുക്ക് ഓവർ തിങ്കിങ്ങിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, ഇനി മുതൽ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ തന്നെ ചിന്തകളെ വഴിതിരിച്ചു വിടുക. ചിന്തകളെ പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തന്നെ അമിതമായി ചിന്തിക്കുന്ന
ഓവർ തിങ്കിങ്ങുള്ള ഏതെങ്കിലും ഒരു കുടുംബാംഗങ്ങളോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടി അയച്ചു കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്, ബൈ.